നമസ്കാരം. ഇറാനിലെ ദുരിതം ചൂണ്ടിക്കാട്ടി കാശ്മീരിൽ നിന്ന് വൻ ഫണ്ട് തട്ടിപ്പ്. കഴിഞ്ഞ 22 ദിവസത്തിലേറെ കാലമായി കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരണം നടത്തിയത്. 18 കോടി 20 ലക്ഷം രൂപയാണ് കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവർ തട്ടിച്ചെടുത്തത്. അതായത് ഈ ഫണ്ട് എങ്ങോട്ട് പോകുന്നെന്നോ എവിടേക്കാണെന്നോ എന്ന ആരും തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഈ ജനങ്ങൾക്ക് അറിയിച്ചിട്ടില്ല. ആ ഒരു രീതിയിലാണ് ഈ ഫണ്ട് തട്ടിപ്പ് നടന്നത്. കറൻസി എന്നതിന് ഉപരി ജനങ്ങളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളുടെ രൂപത്തിലും ഉപകരണങ്ങളുടെ രൂപത്തിലും പലതരത്തിലുള്ള ജുവലറികളായിട്ടാണ് ജനങ്ങളിൽ നിന്ന് ഈ ഒരു പൈസ സമാഹരണം നടത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇറാനിൽ വലിയ ദുരിതത്തിലാണ്, ഇറാനിലേക്ക് ദുരിതാശ്വാസം എന്നോണം ആണ് ഈ രീതിയിലൊരു ഫണ്ട് സമാഹരണം നടത്തിയത് എങ്കിൽ എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ 22 ദിവസത്തിലേറെ കാലമായിട്ട് ജനങ്ങളൊന്നും തന്നെ പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം കശ്മീരിൽ ഉണ്ടായില്ല. എന്നാൽ 22 ദിവസത്തിനകത്തും യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെടുത്തി ജനങ്ങളെ അറിയിക്കാത്തതിനെ തുടർന്നാണ് ഇങ്ങനൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ കേന്ദ്രസേനയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും സംസ്ഥാന പോലീസും ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഫണ്ട് തട്ടിപ്പാണ് ഇവിടെ നടന്നതെന്നാണ് ഇപ്പോൾ തന്നെ അറിയാൻ കഴിയുന്നത്. 18 കോടി 20 ലക്ഷം രൂപ എന്നത് ഒരു ഏകദേശ കണക്കാണ്. ഇതിലും ഇരട്ടിയിലധികം വരും എന്ന ചില റിപ്പോർട്ടുകളുമുണ്ട്. 1962 യുദ്ധകാലഘട്ടത്തിൽ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഭാരതത്തിനകത്ത് കാശ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നായിട്ട് ആൾക്കാർക്ക്, ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ രീതിയിൽ കാശ് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. പല ഇടങ്ങളിൽ നിന്നായിട്ട് കാശ് കളക്ട് ചെയ്ത് വിവിധ ചാരിറ്റബിൾ സൊസൈറ്റികൾ, അത്തരത്തിലുള്ള ഏജൻസികളൊക്കെ ഈ രീതിയിൽ ഫണ്ട് പിരിവ് നടത്താറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭൂകമ്പം പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇപ്പോൾ ചെന്നൈയിൽ വെള്ളപ്പൊക്കം നടന്നപ്പോൾ കേരളത്തിൽ നിന്നടക്കം വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ ഫണ്ട് സമാഹരണം നടത്തുകയും ചെന്നൈയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ കേരളത്തിൽ നടന്നപ്പോഴും ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് വലിയ സഹായം കേരളത്തിൻ്റെ ഭാഗത്തേക്കും ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ രാജ്യത്തിനകത്ത് എന്തെങ്കിലും ദുരിതം നടക്കുമ്പോൾ ഈ രീതിയിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ആൾക്കാർ സഹായിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഈ ജനത ഇവിടുത്തെ ദുഃഖം കണക്കിലെടുത്തു അവർക്ക് വലിയ ദുരിതത്തിലാണ് എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, പ്രത്യേകിച്ചും ഷിയ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളിൽ നിന്നാണ് അധികവും ഫണ്ട് ലഭിച്ചതെങ്കിലും ഷിയ മുസ്ലിങ്ങളാണ് അധികവും ഈ ഫണ്ട് കൈമാറ്റം ചെയ്തത്. പലരും തേങ്ങി കരയുന്ന വിഷ്വൽസൊക്കെ ചിലതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഈ കാശ് അവർക്ക് നൽകുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു കൃത്രിമത്വം ഇതിൻ്റെ അകത്ത് നടന്നിട്ടുള്ളതായിട്ടും ഇത് ടെറർ ഫണ്ടിങ്ങിനടക്കം, ഭീകരവാദത്തിനടക്കം ഈ കാശ് വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളും ഉയർന്നു കേൾക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പരാതികളാണ് ഇതിന്മേൽ ഉയർന്നു കേൾക്കുന്നത്. കേന്ദ്ര അന്വേഷണ സംഘവും സംസ്ഥാന പോലീസും സഹകരണത്തോടുകൂടി ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിന് തീർച്ചയായിട്ടും ഒരു തുമ്പ് എന്തായാലും ഉണ്ടാകും. തീർച്ചയായിട്ടും അവർക്ക് ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നാണ് ഈ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ വളരെ ശക്തമായ നടപടി സ്വീകരിക്കും. എന്നാൽ ഇത് പുറത്തുനിന്ന് വന്ന ഏതെങ്കിലും, അതായത് POKയിലോ മറ്റോ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളാണോ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരാണോ ഇവിടെ എത്തിച്ചേർന്നത് എന്നതിനെ പറ്റിയിട്ട് വലിയ ധാരണകളൊന്നുമില്ല. അല്ലെങ്കിൽ അവർക്ക് ഈ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ എത്തിച്ചു കൊടുക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും വലിയ ഒരു ധാരണ ഇപ്പോൾ ഇല്ല. എന്തായാലും വലിയ ഒരു അന്വേഷണം തന്നെ നടക്കുന്നുണ്ട്. ഇന്ത്യക്കകത്തു നിന്നുള്ള സംഘങ്ങളുടെ സഹായത്തോടു കൂടിയാകാനാണ് കൂടുതൽ സാധ്യത എന്ന നിലയിൽ തന്നെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. അങ്ങനെ ഇത് പ്രധാനമായിട്ടും ഇത് ഇറാനിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഭീകരവാദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിങ് തന്നെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ ഇപ്പോൾ വലിയ ദുരിതം, വലിയ രീതിയിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ഇറാനിലാണെങ്കിലും പാകിസ്ഥാനിലുള്ള വലിയ ദുരിതമാണ്. അതായത് അവിടെ സാമ്പത്തികമായി പാകിസ്ഥാൻ ഏറെക്കുറെ തകർന്നു കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എണ്ണ ഇപ്പോൾ പാകിസ്ഥാന് ലഭ്യമല്ല. എണ്ണ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാശും അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും പാകിസ്ഥാൻ ഇല്ലാത്ത ഒരു സാഹചര്യം പോലുമുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ അവരുടെ ഒരു വെസൽ, സെലൻ എന്ന് പറയുന്ന ഒരു കറാച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു വെസൽ ഇറാൻ, അതായത് ഹോർമൂസ് ഇടനാഴി വഴി എണ്ണ ശേഖരിക്കുവാൻ വേണ്ടിയിട്ട്, എണ്ണ ഇറക്കുമതി ചെയ്യുവാൻ വേണ്ടിയിട്ട് പോയത്. എന്നാൽ ഇത് ഇറാൻ സമ്മതിച്ചില്ല. യൂട്ടേൺ എടുത്ത് തിരികെ പോകാനാണ് പാകിസ്ഥാനോട് പറഞ്ഞത്. ഒരു ലീഗൽ പെർമിഷനും ഇല്ലാതെ നിങ്ങൾ എന്തിനാണ് ഈ ഭാഗത്തേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി വിടുകയായിരുന്നു പാകിസ്ഥാൻ. അതേ സമയത്താണ് ഇന്ത്യ 4 വെസൽ ഇതുവഴി, അതായത് ഹോർമൂസ് കടലിടുക്ക് വഴി
4 വെസലുകൾ ഒരു നയതന്ത്ര ചാനലിലൂടെ കൊണ്ടുവരികയും അതിനുശേഷം 6ഓളം വെസലുകൾ ഇനി വരാനുണ്ട്, അതും ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യയുടെ ഒരു പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്നലെ പാകിസ്ഥാൻ, കഴിഞ്ഞ ദിവസം പാകിസ്ഥാന് വലിയ രീതിയിലുള്ളൊരു നാണക്കേട് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ വലിയ മധ്യസ്ഥരാണ് എന്നുള്ള ഒരു ധാരണയിലാണ്. അതായത് ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന സംയുക്ത ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ യുദ്ധത്തിനൊരു സമാധാനം ഒരുക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു മധ്യസ്ഥ ശ്രമം തങ്ങൾ നടത്താമെന്ന് പാകിസ്ഥാൻ ഏറ്റുപറയുകയും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാന് ഇറാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അങ്ങനെ ഇറാനെ ഈ രീതിയിൽ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാനെതിരെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെയാണ് ഇറാൻ മടങ്ങിപ്പോയിക്കോളൂ, നിങ്ങൾ യു ടേൺ എടുത്ത് തിരികെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞത്. അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഉഴലുമ്പോഴാണ് ഈ ഒരു ഫണ്ട് സമാഹരണം നടക്കുന്നത്. എന്തായാലും പാകിസ്ഥാനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അതോ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദ സംഘങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ ഫണ്ട് എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ട് 5000 പാക് പൗരന്മാരെ ലഷ്കർ ഇ തോയ്ബ എന്ന സംഘടന പരിശീലനം നൽകിയത്. ഇന്ത്യക്കെതിരെ ഒരു സമുദ്രമാർഗേണയുള്ള ആക്രമണത്തിനാണ് ഇവർ ഇത്തരത്തിലുള്ളൊരു പദ്ധതി തയ്യാറാക്കിയതും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടിയതും. എന്നാൽ ഇതിനെ വളരെ ശക്തമായ രീതിയിൽ ചെറുക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് സാധിച്ചു. എന്തായാലും പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം ഉപേക്ഷിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതേസമയം മാർച്ച് 3 ലെബണനിൽ ഇസ്രായേൽ ഫോസ്ഫറസ് ബോംബിൻ്റെ അറ്റാക്ക് നടത്തിയെന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫോസ്ഫറസ്. കാരണം തൊലിയും എല്ലും ദ്രവിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ആയുധമാണ്, ഒരു ബോംബാണ് ഫോസ്ഫറസ് ബോംബ് എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു ജനതയ്ക്ക് നേരെയും ആക്രമണത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ടും ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നു. എന്തായാലും അത്തരത്തിൽ വലിയ സമാധാനത്തിന് വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത്. ഇറാനിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം തുടങ്ങി 5 ദിവസം ഇറാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇറാനിൽ കനത്ത രീതിയിലുള്ള ആക്രമണമാണ് നടന്നത്. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാൻ്റെ വിവിധ ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും നദാൻസിലും ബുഷേറിലും ഒക്കെ ആക്രമണം നടന്നു. അത്തരത്തിൽ വലിയ ശക്തമായ ആക്രമണമാണ് ഈ മേഖലയിലേക്ക് നടന്നത്. വളരെ ചെറിയ ഒരു ആക്രമണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിലേക്ക് ചെന്ന് പതിച്ചാൽ പോലും ഒരു വലിയ അണുവികരണം ഉണ്ടാകുകയും അത് അവിടുത്തെ ജലസംഭരണികൾക്ക് അല്ലെങ്കിൽ ജലശുദ്ധീകരണത്തിന് കാര്യമായ രീതിയിലൊരു തടസ്സമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ അണുവികരണം ജലത്തിലേക്കുണ്ടായാൽ ജലം എത്ര ശുദ്ധീകരിച്ചാലും കൃത്യമായി നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെ അവിടെ ഉണ്ടാകും. അത്തരത്തിൽ വലിയ ഒരു ഭീഷണിയും കൂടെ നേരിടുന്നുണ്ട്. ഫുക്കുഷിമയിൽ ബാധിച്ചതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഇറാനിൽ ഇത് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അത് ഒരിക്കലും അങ്ങനെ ഒരു ആക്രമണം പാടില്ല എന്ന് IAEA നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന്. ആ ആക്രമണത്തിന് തുടക്കം കുറിച്ചതും ഇറാൻ തന്നെയാണ്. ദിമോണ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ അറ്റാക്ക് നടത്തി. അവിടെയാണ് ഈ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെൻറ്റർ, ഇസ്രായേലിൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രം നിലനിൽക്കുന്നത്. ആ ഭാഗത്തേക്ക് ഇറാനാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തിയത്. അതിൻ്റെ ഒരു പ്രത്യാക്രമണം എന്നോളമാണ് ഈ ഇസ്രായേൽ ഇറാൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തിയത്. അങ്ങനെ ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. കാരണം ഇത് ഇറാനെ മാത്രമല്ല പശ്ചിമേഷ്യയും മധ്യേഷ്യയിലെയും രാജ്യങ്ങളെ വളരെ ക്രൂരമായ രീതിയിൽ ഇത് ബാധിക്കുകയും ജനങ്ങൾക്ക് ജലം, അതായത് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയും അതോടൊപ്പം തന്നെ ഒരു നഗരം അല്ലെങ്കിൽ പല നഗരങ്ങൾ തന്നെ വൈപ്പ് ഔട്ട് ചെയ്യുന്ന, തുടച്ചു നീക്കപ്പെടുന്ന ഒരു കാഴ്ചയും കൂടി ലോകത്തിന് കാണേണ്ടി വരും. എന്തായാലും ഇതുമായി യുദ്ധം മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ത്യയിൽ ഈ തരത്തിലുള്ള ഒരു പറ്റിപ്പ് നടന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ നിമിഷത്തിൽ നമുക്ക് അറിയിക്കാൻ കഴിയുന്ന വാർത്ത. വളരെ വലിയ രീതിയിൽ, അതായത് ഇങ്ങനെ ഇറാനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പിരിവുകൾ ഇനിയും നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും അവർ കൃത്യമായൊരു റിസോഴ്സ് അറിയാതെ, അതായത് നമ്മുടെ രാജ്യം ഇറാനെ സഹായിക്കാനാണെന്നുണ്ടെങ്കിൽ രാജ്യം അത് നോക്കിക്കൊള്ളും. പൗരന്മാർ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു വിഷയം. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉമ്മത്തോ അല്ലെങ്കിൽ മതസ്നേഹമോ ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പലരും എത്താൻ സാധ്യതയുണ്ട്. അവരെല്ലാവരും തന്നെ പലരും ഭീകരവാദ സംഘടനയുടെ ആൾക്കാരാകാനും സാധ്യതയുണ്ട്. അത് നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ ആ കാശ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നടക്കുവാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ കാശ് ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തിനെതിരെ ആക്രമണം നടക്കാനുള്ളൊരു സാഹചര്യത്തെ ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം
ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.